ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കെ അക്കാദമി. മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. നമുക്കറിയാം നമ്മളുടെ ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം ഇനി അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കൺഫർമേഷനൊക്കെ കൊടുത്തു കാണും. ഇനിയുള്ള സമയം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയുണ്ട് നമ്മുടെ മുന്നിൽ ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് ടൈമുണ്ട്. ആ ഒരു ടൈം നമ്മൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, ഈച്ച് ആൻഡ് എവരി വൺ പഠിച്ചതിന് ശേഷം അതിൽ നിന്നുള്ള മാക്സിമം MCQsകളും വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ മാസ്റ്റർ കെയെ സംബന്ധിച്ചിടത്തോളം മാസ്റ്റർ കെയിൽ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ അവൈലബിൾ ആണ്. നമ്മളുടെ ക്രാഷ് ബാച്ചുകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ റാങ്ക് ഫയൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ക്ലാസ്സുകൾ പോകുന്ന. ഓരോ ഏരിയ കഴിഞ്ഞാലും ആ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം MCQsകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം MCQs ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക, ക്വസ്റ്റ്യനുകൾ എന്നോടൊപ്പം തന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്താ പറഞ്ഞേക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ കോസ്റ്റ് അക്കൗണ്ടിങ്, അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് കോസ്റ്റ് അക്കൗണ്ട്, കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് തന്നേക്കുന്നത്. എന്നിട്ട് തന്നേക്കാണ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. മോളിൽ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. ഇറ്റ് ഇൻവോൾവ്സ് ക്ലാസിഫിക്കേഷൻ, റെക്കോർഡിംഗ് ആൻഡ് അപ്രോപ്രിയേറ്റ് അലോക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ്. ശരിയാ അല്ലെ? ക്ലാസിഫിക്കേഷനും റെക്കോർഡിങ്ങും അപ്രോപ്രിയേഷൻ ആയിട്ടുള്ള അലോക്കേഷനും ഒക്കെ കോസ്റ്റ് എലമെന്റുകളുടെ ക്ലാസിഫിക്കേഷനും റെക്കോർഡിങ്ങും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. സോ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കിയേ, ഇറ്റ് ഈസ് കൺസിഡേർഡ് ഓൺലി ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഇറ്റ് കൺസിഡേർഡ് ഓൺലി ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനും സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ്സിനും വേണ്ടി മാത്രം ഉള്ളതാണോ? കോസ്റ്റ് കൺട്രോളിനും കോസ്റ്റ് റിഡക്ഷനും ഒക്കെ വേണ്ടിയല്ലേ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്ത നോക്കിയേ, ഇറ്റ് ഹെൽപ്സ് ഇൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ശരിയാണ്. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അതായത് നമുക്കറിയാം പ്രോപ്പർ ആയിട്ട് ബഡ്ജറ്റ് ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയല്ലേ നമ്മൾ കോസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് അസർട്ടൈൻ ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുക ഒക്കെ ചെയ്യുന്നത്. അപ്പൊ സോ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? ഡസ് നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്ന ഏതാണ്? 1, 3 ആണ്. 1, 3 ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, അല്ലേ മക്കളെ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റ് 1 and 3 ആർ കറക്റ്റ് ഡിസ്ക്രൈബ് ദ കോസ്റ്റ് അക്കൗണ്ടിങ്. സ്റ്റേറ്റ്മെന്റ് 2 ഫോൾസ് ആണ്, ആസ് ഇറ്റ്സ് റെഫേഴ്സ് ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാണ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ കാര്യമാണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 4 ഇൻകറക്റ്റ് ആണ്, ബിക്കോസ് ദ ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ആർ ദ പാർട്ട് ഓഫ് സ്റ്റേറ്റ്മെന്റ് 4 ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ്, ബിക്കോസ് ദ ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് ആർ ദ പാർട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അല്ലെ? അപ്പൊ ഇവിടെ 1, 3 എന്ത് ശരിയായിട്ടുള്ളത്. നമുക്ക് ഏതൊക്കെ തെറ്റാണ്? 2, 4 തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും വന്നേക്കുന്നത്. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്, ശരിയായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്തുക. പ്രൈം കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, അതിനെയാണ് പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടി കൂടുന്നത് തന്നെയാണ്. അടുത്ത ഓവർ ഹെഡ് ഇൻക്ലൂഡ് ഓൺലി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഓൺലി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണോ? ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഒക്കെ കൂടുന്നതല്ലേ ഏതെന്ന് പറയുന്നത്? ഓവർ ഹെഡ് എന്ന് പറയുന്നത്. സോ അത് തെറ്റാണ്, അല്ലെ? അടുത്ത നോക്കിയേ, ഇൻഡയറക്റ്റ് ലേബർ ഇൻക്ലൂഡ്സ് സാലറി പെയ്ഡ് ബൈ സെക്യൂരിറ്റി സ്റ്റാഫ്. സെക്യൂരിറ്റി സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലേബർ ആണ്. സോ അത് ശരിയാണ്. ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻക്ലൂഡ്, ഡയറക്റ്റ് എക്സ്പെൻസിനകത്ത് വരുന്നതാണ് റോയൽറ്റി ആൻഡ് സ്പെഷ്യൽ എക്യുപ്മെന്റ് ഹയർ. സ്പെഷ്യൽ എക്യുപ്മെന്റ് ഹയറും റോയൽറ്റി ഒക്കെ ഇതിനകത്താണ് ഡയറക്റ്റ് എക്സ്പെൻസിനകത്ത് വരുന്നതാണ്. അത് ശരിയാണ്. 1, 3, 4 ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്, അല്ലെ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? ഫോൾസ് ആണ്. ഓവർ ഹെഡിനകത്ത് ഇൻഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് ലേബറും ഇൻഡയറക്റ്റ് എക്സ്പെൻസും വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ, ഒരു അസേർഷൻ റീസൺ ടൈപ്പ്. ഇപ്പൊ കോമൺ ആയിട്ട് വരുന്ന ഒരു ഏരിയയാണ് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. എ പ്രോഫിറ്റ് സെന്റർ മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബോത്ത് റവന്യൂ ജനറേഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ. നമുക്കറിയാം
കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ്റ്റ് സെന്റർ മാനേജേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് സേവിങ്സിനും കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് കൺട്രോളിനും ഒക്കെ വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി സെന്റർ ആണ് ഏതെന്ന് പറയുന്നത് കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. റവന്യൂ സെന്റർ എന്ന് പറയുന്നത് റവന്യൂ ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിന് രണ്ടിനെയും കൺസിഡർ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എ പ്രോഫിറ്റ് സെന്റർ എക്സിസ്റ്റ് ടു അച്ചീവ് ദ മാക്സിമം പ്രോഫിറ്റബിലിറ്റി ത്രൂ ദ മാനേജീരിയൽ ഡിസിഷൻ. എന്താണ്? എ പ്രോഫിറ്റ് സെന്റർ എക്സിസ്റ്റ് ടു അച്ചീവ് ദ മാക്സിമം പ്രോഫിറ്റബിലിറ്റി ത്രൂ ദ മാനേജീരിയൽ ഡിസിഷൻ. ശരിയാ അല്ലെ? അപ്പൊ ഇവിടെ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ആണ്. പ്രോഫിറ്റ് സെന്റർ ഇൻവോൾവ്സ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ബോത്ത് റവന്യൂ ആൻഡ് കോസ്റ്റ്. ബോത്ത് ദ അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ്. റീസൺ എക്സ്പ്ലൈൻസ് അസേർഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ക്യാൻ ബി കൺവീനിയന്റ്ലി ട്രേസ്ഡ് ടു എ സ്പെസിഫിക് കോസ്റ്റ് ഒബ്ജക്ട്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ഡയറക്ട്ലി അസോസിയേറ്റ് ചെയ്ത് നിൽക്കാത്ത, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും വേണ്ട ആ റോ മെറ്റീരിയൽ ഒന്നും അല്ലാത്ത മെറ്റീരിയലുകളെയാണ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ക്യാൻ ബി കൺവീനിയന്റ്ലി ട്രേസ്ഡ് ടു എ സ്പെസിഫിക് ഓബ്ജക്റ്റ്. ഉണ്ടോ? ഇൻഡയറക്റ്റ് ആണോ കൺവീനിയന്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്നത്? കൺവീനിയന്റ്ലി ട്രേസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഡയറക്റ്റ് ആണ്. സോ അസേർഷൻ തെറ്റാണ് അല്ലെ. റീസൺ നോക്കിയാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഇൻക്ലൂഡ്സ് ലൂബ്രിക്കന്റ്, അതുപോലെ തന്നെ ക്ലീനിങ് സപ്ലൈസ് യൂസ്ഡ് ഇൻ ജനറൽ മെയിൻ്റനൻസിന് യൂസ് ചെയ്യുന്ന ലൂബ്രിക്കന്റ്, അതുപോലെ ക്ലീനിങ് മെറ്റീരിയൽസ് ഒക്കെ ഏതാണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. അസേർഷൻ ഫോൾസ് ആണ്. റീസൺ കറക്റ്റ് ആണ്. ഓപ്ഷൻ സി അല്ലേ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കനോട്ട് ബി കൺവീനിയന്റ്ലി ട്രേസ്ഡ് ടു എ കോസ്റ്റ് ഒബ്ജക്റ്റ് അല്ലേ. അടുത്ത നോക്കിയ മക്കളെ, അടുത്ത കമ്പനി പ്രൊഡ്യൂസസ് കസ്റ്റമൈസ്ഡ്, ശ്രദ്ധിച്ചോണം, കസ്റ്റമൈസ്ഡ് ഡിസൈൻ ഫർണിച്ചർ. കമ്പനി പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻ ഫർണിച്ചർ ആണ്. ഫോളോവിങ് ആർ ദ കോസ്റ്റ് ഇൻകേർഡ്. അതിനകത്ത് ടിബർ തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിരിക്കുന്നത്? 50. അത് നമുക്കറിയാം ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. അടുത്ത നോക്കിയേ, എന്താണ്? ലേബർ ഫോർ ക്രാഫ്റ്റിംഗ്, ഡയറക്റ്റ് ലേബർ ആണ് 20,000. സൂപ്പർവൈസർ സാലറി തന്നിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ലേബർ ആണ്. അടുത്ത നോക്കിയേ, ഡിസൈൻ സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻ ഫോർ ദിസ് ക്ലയന്റ്. ആ ഒരു ക്ലയന്റിന് വേണ്ടിയാണ് എന്ത് കൊണ്ടുവന്നേക്കുന്നത്? ഡിസൈൻ സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻ കൊണ്ടുവന്നേക്കുന്നത്. കസ്റ്റമൈസ്ഡ് ഡിസൈൻ ഫർണിച്ചർ ആയതുകൊണ്ട് തന്നെ. സോ ഇത് ഏതാണ്? ഡയറക്റ്റിനകത്ത് വരുന്നതാണ് അല്ലെ. അടുത്ത നോക്കിയാൽ മെഷീൻ ലൂബ്രിക്കന്റ് ഇൻഡയറക്റ്റ് ആണ്. ഇത് രണ്ടും എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. നമ്മളോട് ചോദിച്ചേക്കുന്ന പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാനാണ്. പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് എല്ലാം കൂടി ആഡ് ചെയ്താൽ പോരെ. അപ്പൊ എത്രയാണ് ഡയറക്റ്റ് വരുന്നത്? എത്രയാണ്? 20,000, 50,000, 70,000, 70 എത്രയാണ്? 70 2 72,000 അല്ലേ മക്കളെ. വന്നത് മനസ്സിലായോ? അതായത് 50K + 20K + 2K. മനസ്സിലായോ? അതായത് ഈ മെഷീൻ ഫോർ ലൂബ്രിക്കന്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. സൂപ്പർവൈസർ സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലേബർ ആണ്. അത് രണ്ടും എടുക്കത്തില്ല. ഓക്കെ ആണല്ലോ? ഇവിടെ ഓർത്ത് വെക്കണം, ഈ ഡിസൈൻ സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ഡിസൈൻ ഫർണിച്ചർ ആയതുകൊണ്ടും ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടി മാത്രം കൊണ്ടുവന്നായതുകൊണ്ടും അത് ഡയറക്റ്റ് അല്ലേ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? കിട്ടിയോ? 72,000 വന്ന മനസ്സിലായില്ലേ? 72,000 വന്നത് മനസ്സിലായില്ലേ മക്കളെ? അടുത്തത് ഒരു കോസ് ആൻഡ് എഫക്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കോസ് ആൻഡ് എഫക്ട് ഒക്കെ കോമൺ ആയിട്ട് വരുന്നതാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കനോട്ട് ബി ഡയറക്ട്ലി ട്രേസ്ഡ് ടു എ സ്പെസിഫിക് ജോബ്. ഒരു സ്പെസിഫിക് ജോബിലോ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിലോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കോൺട്രാക്റ്റിലോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡയറക്ട്ലി നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ട്രേസ് ചെയ്യാൻ പറ്റാത്തവയാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിയായിട്ടുള്ളതാണ്. ഇനി നോക്കിയേ, ദേ ആർ ക്ലാസിഫൈഡ് അണ്ടർ ഓവർ ഹെഡ്സ്. അവയെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? ഓവർ ഹെഡ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. സോ എന്താണ്? കോസും എഫക്റ്റും കറക്റ്റ് അല്ലേ? കോസും എഫക്റ്റും കറക്റ്റ് ആണ് അല്ലെ. അതായത് ദ റീസൺ ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ ഗ്രൂപ്ഡ് അണ്ടർ ഓവർ ഹെഡ്സ് ഈസ് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ളതാണ്. ബിക്കോസ് ദേ കനോട്ട് ബി ട്രേസ്ഡ് ടു പർട്ടിക്കുലർ കോസ്റ്റ് ഒബ്ജക്റ്റ്. ഒരു പർട്ടിക്കുലർ കോസ്റ്റ് ഒബ്ജക്റ്റിൽ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ കോസ്റ്റ് സെന്റർ ആൻഡ് റവന്യൂ സെന്റർ? നമുക്കറിയാം കോസ്റ്റ് സെന്റർ കൺസിഡർ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് കൺട്രോളും എന്താണ്? കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതിനെയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. റവന്യൂ സെന്റർ എന്ന് പറഞ്ഞാൽ മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. കോസ്റ്റ് സെന്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ കോസ്റ്റ് ജനറേഷൻ. കോസ്റ്റ് ജനറേഷൻ ആണോ? കോസ്റ്റ് റിഡക്ഷൻ ആയിരുന്നു അല്ലെ. അപ്പൊ അത് തെറ്റാണ്. അടുത്ത നോക്കി, കോസ്റ്റ് സെന്റേഴ്സ് ആർ ദ പാർട്ട് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പാർട്ടാണോ? അല്ല. കോസ്റ്റ് സെന്റേഴ്സ് ആർ അക്കൗണ്ടബിൾ ഓൺലി ഫോർ കോസ്റ്റ് കൺട്രോൾ while the revenue centers are accountable for generating revenue only.
സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ മക്കളെ? ഓപ്ഷൻ സി അല്ലേ? കോസ്റ്റ് സെന്റേഴ്സ് ആർ ഓൺലി റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിംഗ് കോസ്റ്റ്, റവന്യൂ സെന്റേഴ്സ് ആർ ഇവോൾവ്ഡ് ബിക്കോസ് ഓഫ് റവന്യൂ സെന്റർ. രണ്ടിനെയും കൺസിഡർ ചെയ്യുന്ന ഏതാണ്? പ്രോഫിറ്റ് സെന്റർ അല്ലേ? രണ്ടിനെയും കൺസിഡർ ചെയ്യുന്ന ഏതാണ്? പ്രോഫിറ്റ് സെന്റർ. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് എക്സ്പെൻസസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് എക്സ്പെൻസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസ്? ഡയറക്റ്റ് എക്സ്പെൻസ് അതായത് എന്താണ്? താഴെ തന്നേക്കുന്ന എക്സ്പെൻസിൽ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ പാർട്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് വരാത്തത് ഏത്? അപ്പം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ഏതാ നോക്കിയത്? ഹയർ സ്പെസിഫിക് മെഷീനറി ആണെങ്കിൽ ഡയറക്റ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്? റോയൽറ്റി പെയ്ഡ് ഓൺ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഡയറക്റ്റ് ആണ്. റെന്റ് ഫ്രം ഫാക്ടറി ബിൽഡിംഗ് ഡയറക്റ്റ് ആണോ? ഇൻഡയറക്റ്റ് അല്ലെ? ഇൻഡയറക്റ്റ് ആണ്. അപ്പൊ ആർക്കിടെക്ചർ ഫീ ഫോർ കസ്റ്റം പ്രൊഡക്റ്റ് ഇതൊക്കെ ഡയറക്റ്റ് ആണ്. ഇത് മൂന്നും ഡയറക്റ്റ് ആണ് വന്നത്. റെന്റ് ഫോർ ഫാക്ടറി ബിൽഡിംഗ് വരുന്ന ഇൻഡയറക്റ്റ് ആണ്. സോ ആൻസർ ഏതാണോ? ഓപ്ഷൻ സി ആണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുവേ, കൃത്യമായി മനസ്സിലാക്കി വെച്ച് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, വിച്ച് ഓഫ് ദ ഫോളോവിങ് കോമ്പിനേഷൻ ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തേക്കുന്ന കോമ്പിനേഷൻ ഏതൊക്കെയാണെന്നാ? ഡയറക്റ്റ് മെറ്റീരിയൽ, സൂപ്പർവൈസർ സാലറി ഡയറക്റ്റ് മെറ്റീരിയൽ ആണോ? അല്ല, അത് ഇൻഡയറക്റ്റ് എന്താണ്? സൂപ്പർവൈസർ സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ലേബർ ആണ്. അടുത്ത ഇൻഡയറക്റ്റ് ലേബർ, കാർപ്പൻറ്റേഴ്സ് വേജസ്, കാർപ്പൻറ്റർ വേജസ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ലേബർ ആണോ? ഒന്ന് ആലോചിക്കുക. ഓവർ ഹെഡ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതാണ്. ലൂബ്രിക്കന്റ് ഓയിൽ യൂസ്ഡ് ഇൻ എ മെഷീൻ, അത് കറക്റ്റ് ആണ് അല്ലെ? ഡയറക്റ്റ് എക്സ്പെൻസ്, ഫാക്ടറി റെന്റ് ഡയറക്റ്റ് ആണോ? ഇൻഡയറക്റ്റ് ആണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ലൂബ്രിക്കൻസ് ആർ ഓവർ ഹെഡ്, അതേഴ്സ് ആർ റോങ്ലി മാച്ച്ഡ്. അടുത്ത നോക്കിയ മക്കളെ, സ്പീഡ് കൂടുതലുണ്ടോ? ഇതൊക്കെ പഠിച്ചു പോകേണ്ടതാണ്. റാപ്പിഡായിട്ട് മാക്സിമം ക്വസ്റ്റ്യനുകൾ കാണണ്ടേ? നിങ്ങൾ സ്പീഡൊക്കെ കുറച്ചിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. സ്പീഡൊക്കെ കുറച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോകണം കേട്ടോ. അടുത്ത നോക്കി, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് ബ്രോഡർ ദാൻ കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിനേക്കാളും ബ്രോഡർ ആയിട്ടുള്ളതാണോ മാനേജ്മെന്റ് അക്കൗണ്ടിങ്? എന്ന് ആലോചിച്ച് നോക്കുക. കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻവോൾവ്സ് ബോത്ത് ദ കോസ്റ്റിംഗ് ടെക്നിക്സ് ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ശരിയല്ലേ? അടുത്ത നോക്കി, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് യൂസ്ഡ് മെയിൻലി ഫോർ ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോളിന് വേണ്ടിയാണോ? അല്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതൊക്കെയാ ശരി മക്കളെ? ഏതൊക്കെയാ ശരി? ആൻസർ ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ എന്താണ്? റോങ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മെയിൻലി ഫോർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ? അടുത്തത് നോക്കിയേ, ദ റെസ്പോൺസിബിലിറ്റി സെന്റർ ദ മാനേജർ കൺട്രോൾ ബോത്ത് ദ റവന്യൂ ആൻഡ് കോസ്റ്റ്. റവന്യൂനെയും കോസ്റ്റിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതേതാണ്? പ്രോഫിറ്റ് സെന്റർ. നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ? അതൊന്നും ഇനി വീണ്ടും പറയണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, PV റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് ബൈ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഏതാണ്? PV റേഷ്യോ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പഠിച്ചു വെച്ചോണം കേട്ടോ. PV റേഷ്യോ ഷോസ് ദ പ്രപ്പോർഷൻ ഓഫ് എ കോൺട്രിബ്യൂഷൻ റിലേറ്റഡ് ടു സെയിൽ. PV ratio show the proportion of contribution related to sale. It is a percentage that tells the how much of the sales revenue contribute towards the converting the fixed asset and generating profit. അടുത്ത നോക്കിയാൽ ഇവിടെ സെയിൽസ് വന്നിട്ടുണ്ട് 5 lakh, വേരിയബിൾ കോസ്റ്റ് വന്നിട്ടുണ്ട് 3 lakh. PV റേഷ്യോ കണ്ടുപിടിക്കുക. ആദ്യം എന്ത് കണ്ടുപിടിക്കുക? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്യുക. അപ്പൊ കോൺട്രിബ്യൂഷൻ കിട്ടും. സെയിൽസ് എത്രയാണ്? 5 lakh മൈനസ് 3 lakh, സോ 2 lakh എന്ന് കിട്ടി. ദെൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? എന്താ, നമുക്ക് PV റേഷ്യോ കണ്ടുപിടിക്കത്തില്ലേ? PV റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ എത്രയെന്ന് കിട്ടി? 2 lakh എന്ന് കിട്ടി. എത്രയാണ് നമ്മുടെ സെയിൽസ്? എത്രയാണ്? 5 lakh ഇൻറ്റു 100 ചെയ്താൽ പോരെ? ആൻസർ കിട്ടിയില്ലേ? എത്ര ആൻസർ വരുന്നേ? എത്രയാ മക്കളെ ആൻസർ വരുന്നേ? 40% അല്ലേ? 40% അല്ലേ ആൻസർ വരുന്നേ? മനസ്സിലായോ? അത് മനസ്സിലായോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യനുകളായിരുന്നു പ്രീവിയസ് ഇയറുകളിലൊക്കെ ചോദിച്ചത്. ഇക്വേഷൻ അറിയാമെങ്കിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇഫ് ദ PV റേഷ്യോ ഈസ് 25% ആൻഡ് ദ ഫിക്സഡ് കോസ്റ്റ് ഈസ് 1 lakh, വാട്ട് ഈസ് ദ ബ്രേക്ക് ഇവൻ സെയിൽ? ബ്രേക്ക് ഇവൻ സെയിൽ ആണ് അന്നേക്ക് കണ്ടുപിടിക്കണ്ടേ. ബ്രേക്ക് ഇവൻ സെയിൽ അല്ലെ ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ ചെയ്താൽ പോരെ? ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 1 lakh ഡിവൈഡഡ് ബൈ 25% ആണ്. 25% അല്ലെ 25 ഇൻറ്റു 100 ചെയ്താൽ പോരെ? ആൻസർ നമുക്ക് എത്രയെന്ന് കിട്ടി? 4 lakh എന്ന് കിട്ടി. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1 lakh അല്ലെ? ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 1 lakh ഡിവൈഡഡ് ബൈ 25%. 25% അല്ലേ? 25% അല്ലേ? അപ്പൊ എത്രയെന്ന് വന്നു? ഡിവൈഡ് ചെയ്തെടുത്താൽ പോരെ? 4 lakh എന്ന് വന്നു അല്ലെ? 4 lakh എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, when the PV ratio is low, PV ratio കുറവാണ്, PV ratio low ആണ്, the firm should be try to, firm PV ratio കുറവാണെങ്കിൽ കൂട്ടാനായിട്ട് എന്ത് ചെയ്യാം? PV ratio കുറവാണെങ്കിൽ നമുക്കറിയാം PV ratio കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്?
കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കോൺട്രിബ്യൂഷൻ കൂട്ടണം. കോൺട്രിബ്യൂഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കൂടും, പി വി റേഷ്യോ കൂട്ടും. കോൺട്രിബ്യൂഷൻ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് അല്ലെ. അപ്പം സെയിൽസ് മൈനസ് ഒന്നെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ത് ചെയ്യണം, കുറയ്ക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. അവിടെ നോക്കിയാൽ എന്താണ്, ഇൻക്രീസ് ദ കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്യണം. കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്താലേ എന്ത് കൂടത്തുള്ളൂ, പി വി റേഷ്യോ കൂടത്തുള്ളൂ. പി വി റേഷ്യോ മീൻസ് ദ ലെസ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഓഫ് സെയിൽ. ഓർത്ത് വെച്ചോണം, പി വി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് എന്നാണ്. പി വി റേഷ്യോ മീൻസ് ദ ലെസ് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഓഫ് സെയിൽ. ദി ഇൻക്രീസ് ദ കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ റെഡ്യൂസ് ദ വേരിയബിൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കൂട്ടണം. അപ്പൊ ഓർത്ത് വെച്ചേ, പി വി റേഷ്യോ കൂട്ടാനുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസ് ചെയ്യണം, കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്യണം. കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ രണ്ട് വഴിയാണുള്ളത്. ഒന്നെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കൂട്ടണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കണം. ഓക്കെ ആണല്ലോ. ഈ രണ്ടെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ പി വി റേഷ്യോ കൂടും. മനസ്സിലായോ മക്കളെ? പി വി റേഷ്യോ കൂടണമെങ്കിൽ എന്നാ ചെയ്യണം, സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കുകയോ സെല്ലിംഗ് പ്രൈസ് കൂട്ടുകയോ വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുകയോ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പ്രോഫിറ്റ് 20,000, പി വി റേഷ്യോ 25%. വാട്ട് ഈസ് ദ മാർജിൻ ഓഫ് സേഫ്റ്റി? എല്ലാം തന്നിട്ടുണ്ട്, എളുപ്പം അല്ലെ. എന്താണ് പ്രോഫിറ്റും പി വി റേഷ്യോ തന്നു കഴിഞ്ഞാൽ മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് പ്രോഫിറ്റ്, എത്രയാണ് തന്നിരിക്കുന്നത്, 20,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ 25 ഇൻറ്റു 100, 25% എന്നല്ലേ തന്നിരിക്കുന്നത്. സോ ആൻസർ എത്രയെന്ന് വന്നു, 80%, 80,000 എന്ന് കിട്ടി. അടുത്ത നോക്കിയേ, എ ഹൈ പി വി റേഷ്യോ കൺസിഡേർഡ് ദ ഗുഡ് ഫോർ ബിസിനസ്. ഹൈ പി വി റേഷ്യോ എന്ന് പറയുന്നത് ഗുഡ് ഫോർ ബിസിനസ് നല്ല രീതിയിൽ പോവാണ്, ശരിയാണ്. ഹൈ പി വി റേഷ്യോ മീൻസ് മോർ പ്രോഫിറ്റ് പെർ യൂണിറ്റ്സ് ഓഫ് സെയിൽ. ശരിയാണ്, പെർ യൂണിറ്റ്സ് ഓഫ് സെയിലിൽ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ എന്താണ്, അസേർഷനും റീസണും ശരിയാണ്. റീസൺ എന്ത് ചെയ്യുന്നുണ്ട്, അസേർഷനെ സാധൂകരിക്കുന്നുണ്ട്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ അല്ലെ. Both PV ratio, the high PV ratio indicates the high contribution per unit of sold, which leads to the faster break even and a better profit. അല്ലെ, PV ratio കൂടുതലാണ്, പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇവനിൽ എത്തും അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് വിൽ ഇംപ്രൂവ് ദ പി വി റേഷ്യോ? താഴെ തന്നേക്കുന്നവയിൽ ഏതൊക്കെയാണ് പി വി റേഷ്യോ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നത്? റെഡ്യൂസ് ദ സെല്ലിംഗ് പ്രൈസ് ആണോ? അല്ല. ഇൻക്രീസ് ദ സെല്ലിംഗ് പ്രൈസ്, അതെ. പിന്നെ അടുത്ത എന്താണ്, റെഡ്യൂസിങ് ദ വേരിയബിൾ കോസ്റ്റ്, അതെ. ഇൻക്രീസിങ് ദ ഫിക്സഡ് കോസ്റ്റ് അല്ല. അപ്പൊ ഇത് രണ്ടെണ്ണം വരണം, അതായത് ബിയും സിയും വരണം. ബിയും സിയും വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. ഇൻക്രീസിങ് ദ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ എന്താണ്, റെഡ്യൂസിങ് ദ വേരിയബിൾ കോസ്റ്റ്. ഇത് രണ്ടും ചെയ്യുമ്പോൾ പി വി റേഷ്യോ ഇൻക്രീസ് ചെയ്യും. അടുത്ത നോക്കിയേ, ഇഫ് ദ കോൺട്രിബ്യൂഷൻ 60,000 ആൻഡ് ദ സെയിൽസ് 1,20,000, പി വി റേഷ്യോ കോൺട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ എത്രയാണ്? 60,000 ആണ്. സെയിൽസ് എത്രയാണ്? 1,20,000 ആണ്. എന്ത് കണ്ടുപിടിച്ചാൽ മതി? പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 50%. പെട്ടെന്ന് കിട്ടിയില്ലേ? എന്താണ്, നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. എന്താണ്, സെയിൽസ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, 50% കിട്ടിയില്ലേ? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, 50%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് ഓഫ് ദ ഫോളോവിങ് ബെസ്റ്റ് ഡിഫൈൻ കോസ്റ്റ് അക്കൗണ്ടൻസി? കോസ്റ്റ് അക്കൗണ്ടൻസിയെ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തേക്കുന്നത് എന്താണ്? ഇറ്റ്സ് എ ടെക്നിക്സ് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. ശരിയാണ്, എന്നാലും മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള വേറൊരു ആൻസർ ഉണ്ടോ എന്ന് നോക്കുക. ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് എക്സ്പെൻസസ് ഫോർ കോസ്റ്റ് കൺട്രോൾ. എക്സ്പെൻസസ് കോസ്റ്റ് കൺട്രോളിന് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നു, അതും ശരിയാണ്, കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ളത്. ദ സയൻസ് ആൻഡ് ആർട്ട് ആൻഡ് പ്രാക്ടീസസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, ഇതല്ല കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ളത്. എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഫോക്കസിങ് ഓൺ ഒൺലി ഓൺ, അത് വരികയല്ല. ബാക്കി മൂന്നെണ്ണം ശരിയാണ്. അതിനകത്ത് ഓപ്ഷൻ സി ആണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് വരുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് ദ സയൻസ്, ആർട്ട് ആൻഡ് പ്രാക്ടീസസ് ഇൻവോൾവ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അടുത്ത നോക്കിയേ, എ കമ്പനി പ്രൊഡ്യൂസസ് എ പ്രൊഡക്റ്റ് ദാറ്റ് റിക്വയേഴ്സ് ദ 80 ഇൻ ഡയറക്റ്റ് മെറ്റീരിയൽ, 60 ഇൻ ഡയറക്റ്റ് ലേബർ, 10 ഇൻ ഡയറക്റ്റ് എക്സ്പെൻസ്. വാട്ട് ഈസ് ദ പ്രൈം കോസ്റ്റ്? പ്രൈം കോസ്റ്റ് ഇതെല്ലാം കൂടി കൂട്ടിയാൽ പോരെ? എല്ലാം ഡയറക്റ്റ് അല്ലേ തന്നേക്കുന്നത് അല്ലേ? 7 15 150 അല്ലേ? അല്ലേ മക്കളെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ വന്നിരുന്നു. ഇങ്ങനെയുള്ളതൊക്കെ വരാൻ പ്രാർത്ഥിക്കുക. വളരെ സിമ്പിൾ ആണ്. പക്ഷെ ഇതൊക്കെ വന്നുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ കട്ട് ഓഫ് മാർക്ക് ഭയങ്കരമായിട്ട് കൂടും. എല്ലാവരും ശരിയാക്കുകയല്ലേ? എല്ലാവരും ശരിയാക്കുന്ന ക്വസ്റ്റ്യനുകൾ നമ്മൾ ശരിയാക്കണം. എല്ലാവരും തെറ്റിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനുകളും കൂടി നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ആയിരുന്നു പണ്ട് വന്നിരുന്നത്. പക്ഷേ ഇപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യനുകളൊന്നും കാണാനില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ,
സ്റ്റേറ്റ്മെന്റ് 1, കോസ്റ്റ് സെന്റർ ആൻഡ് പ്രോഫിറ്റ് സെന്റേഴ്സ് ആർ ദ സെയിം. കോസ്റ്റ് സെന്ററും പ്രോഫിറ്റ് സെന്ററും സെയിം ആണോ? അല്ല. കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് റിഡക്ഷനെയും കോസ്റ്റ് കൺട്രോളിനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പ്രോഫിറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ കോസ്റ്റും റവന്യൂവും രണ്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. എ പ്രോഫിറ്റ് സെന്റർ ദ മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബോത്ത് റവന്യൂ ആൻഡ് കോസ്റ്റ്. അത് ശരിയാണോ? ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 2 ശരിയാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ കോസ്റ്റ് സെന്റർ ഫോക്കസിങ് ഓൺലി ഓൺ കോസ്റ്റ് വൈൽ എന്താണ് പ്രോഫിറ്റ് സെന്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബോത്ത് റവന്യൂ ആൻഡ് കോസ്റ്റ്. അടുത്ത നോക്കി, ദ ഓവർ ഹെഡ് ഫോർ എ പീരീഡ് ഓഫ് റുപ്പീസ് 1 lakh. ദ ഓവർ ഹെഡ് എന്ന് പറയുന്ന ആ ഒരു പീരീഡിൽ 1 lakh ആണ്. ദ മെഷീൻ അവർ എത്രയാണ്? മെഷീൻ അവർ വർക്ക്ഡ് 5,000 ആൻഡ് വാട്ട് ഈസ് ദ മെഷീൻ അവർ റേറ്റ്? ഡിവൈഡ് ചെയ്താൽ പോരെ? 1 lakh ഡിവൈഡഡ് ബൈ 5,000 ഡിവൈഡ് ചെയ്താൽ പോരെ? എത്ര വരും? വളരെ സിമ്പിൾ അല്ലേ? 100 ഡിവൈഡ് ബൈ 5 ചെയ്താൽ പോരെ? കിട്ടിയില്ലേ? 20. അടുത്ത നോക്കിയേ, ഓവർ ഹെഡ് ഇൻക്ലൂഡ്സ് ഓൺലി ഇൻഡയറക്റ്റ് ലേബർ. ഇതിന്റെ ഇക്വേഷൻ ഒക്കെ അറിയാമല്ലോ അല്ലേ? ഇതൊക്കെ വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ ഹെഡ് ഡിവൈഡ് ബൈ മെഷീൻ അവേഴ്സ്. സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ പഠിച്ചോണേ. അടുത്ത നോക്കിയാൽ, ഓവർ ഹെഡ് ഇൻക്ലൂഡ്സ് ഓൺലി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണോ? ഓൺലി ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ മാത്രമാണോ? അല്ല. ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എല്ലാം വരുന്നുണ്ട്. സോ അസേഷൻ തെറ്റാണ്. Overheads are the total of indirect material, indirect labor, indirect expenses. So statement 1 തെറ്റാണ്, assertion തെറ്റാണ്, reason true ആണ്. Option C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Overhead includes the indirect material, indirect labor, indirect expense. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, under absorption costing, closing stock is valued higher than the marginal cost. നമുക്കറിയാം മാർജിനൽ കോസ്റ്റിംഗിൽ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ? മാർജിനൽ കോസ്റ്റിംഗിൽ കോസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും. എന്നിട്ട് അവർ എന്തിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ? വേരിയബിൾ കോസ്റ്റിനെ മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, വേരിയബിൾ കോസ്റ്റും ഉണ്ട്, രണ്ടിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫുൾ കോസ്റ്റ് ആണ്, രണ്ടിനെയും കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ എന്താണ്, മാർജിനൽ കോസ്റ്റിങ്ങിനെക്കാളും ഹയർ വാല്യൂ ആയിരിക്കും ക്ലോസിംഗ് സ്റ്റോക്കിന് വരുന്നത്. ശരിയാണ്. This is because of the marginal costing exclude the fixed cost and fixed cost from product cost. Product costil നിന്ന് marginal costing fixed costing exclude ചെയ്യുന്നുണ്ട്, whereas absorption costing include. ശരിയാണ് അല്ലേ? അസേഷനും റീസണും ശരിയാണ്. റീസൺ അസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. In marginal costing fixed overhead are treated as a period cost. മാർജിനൽ കോസ്റ്റിംഗിൽ ഫിക്സഡ് കോസ്റ്റിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? പീരിയഡ് കോസ്റ്റ് ആയിട്ടാണ്, പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ടല്ല. ഓർത്ത് വെച്ചോണം. ആൻഡ് ഹെൻസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഇൻവെന്ററി വാല്യുവേഷൻ. ഇൻവെന്ററി വാല്യുവേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ ഫിക്സഡ് കോസ്റ്റ്? ഇല്ല. ഇൻവെന്ററി വാല്യൂ ആർ ലോവർ. അതുകൊണ്ട് എന്താണ്, അസേഷനും റീസണും കറക്റ്റ് ആണ്. അടുത്ത നോക്കിയ മക്കളെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് statements are correct? Contribution is equal to fixed cost plus profit. Contribution is equal to fixed cost plus profit. Fixed cost ഉം പ്രോഫിറ്റും കൂടി കൂട്ടിയാൽ കോൺട്രിബ്യൂഷൻ ആണ്. ശരിയാ അല്ലേ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ത് തന്നെയാണ്? കോൺട്രിബ്യൂഷൻ തന്നെയാണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കിയേ, അറ്റ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ പ്രോഫിറ്റ് നോ ലോസ് അല്ലെ? നോ ലോസ്, നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ബ്രേക്ക് ഇവൻ പോയിന്റ്. ദ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ എന്തിന് ഈക്വൽ ആവുകയാണ്? ഫിക്സഡ് കോസ്റ്റിന് ഈക്വൽ ആവുകയാണ്. അടുത്ത, മാർജിനൽ കോസ്റ്റിംഗ് യൂസസ് ദ ഫിക്സഡ് കോസ്റ്റ് ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് പെർ യൂണിറ്റ്. മാർജിനൽ കോസ്റ്റിംഗിൽ ഫിക്സഡ് കോസ്റ്റ് യൂസ് ചെയ്യുമോ? ഇല്ല. തെറ്റാണ്. എന്ത് കോസ്റ്റ് യൂസ് ചെയ്യത്തുള്ളൂ? വേരിയബിൾ കോസ്റ്റ് യൂസ് ചെയ്യത്തുള്ളൂ. ദ പി വി റേഷ്യോ ഇൻക്രീസസ്. പി വി റേഷ്യോ ഇൻക്രീസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് ഡിക്രീസ് ചെയ്യും. ശരിയാണ് അല്ലെ? ബ്രേക്ക് ഇവൻ പോയിന്റ് കുറയല്ലേ? പി വി റേഷ്യോ കൂടുമ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഇവൻ ആകും. സോ ഇവിടെ ഏതാണ്? 1, 2, 3 1, 2, 4 ഓപ്ഷൻ ഏതാണ്? എ ആണ് അല്ലെ? ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ബിക്കോസ് ദ കോസ്റ്റിംഗ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ മാർജിനൽ കോസ്റ്റിംഗിൽ എന്ത് ഇൻക്ലൂഡ് ആകത്തില്ല? ഫിക്സഡ് കോസ്റ്റ് ഇൻക്ലൂഡഡ് ആകത്തില്ല. അടുത്ത നോക്കിയ ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. എ റേസ് ഇൻ ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് കൂടുകയാണ് ആൻഡ് ഇൻക്രീസ് ദ ബ്രേക്ക് ഇവൻ പോയിന്റ്. ആണോ? ഫിക്സഡ് കോസ്റ്റ് കൂടുന്നു, അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് അല്ലെ? ബ്രേക്ക് ഇവൻ പോയിന്റ് കൂടും അല്ലെ? അവിടെ എന്താണ് റീസൺ പറഞ്ഞേക്കാണ്? ദ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ, ബ്രേക്ക് ഇവൻ പോയിന്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ബൈ ടോട്ടൽ കോസ്റ്റ്. ആണോ? തിരിച്ചല്ലേ? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അപ്പൊ റീസൺ തെറ്റാണ്, അസേർഷൻ എന്താണ്? ശരിയാണ് അല്ലെ? അസേർഷൻ ശരിയാണോ? നോക്കിയേ, റേസ് ഇൻ ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് റേസ് ചെയ്യുന്നു, എന്താണ്? ഇൻക്രീസ് ദ ബ്രേക്ക് ഇവൻ പോയിന്റ് അല്ലെ? ഇവിടെ നോക്കിയേ, ബ്രേക്ക് ഇവൻ സെയിൽ യൂണിറ്റ് കാണാനായിട്ട് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. സോ ആൻ ഇൻക്രീസ് ഇൻ ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ദ ബ്രേക്ക് ഇവൻ പോയിന്റ്. ബട്ട് റീസൺ ഫോൾസ് ആണ്. റീസൺ ഫോൾസ് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ഇൻകറക്റ്റ് ഫോർമുല. ഇൻകറക്റ്റ് ഫോർമുല. ഫോർമുല ശരിക്കും എങ്ങനെയാ വരുന്നത്? ഇതല്ലേ ഫോർമുല? ഓർത്ത് വെച്ചാണ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഫോർമുല തിരിച്ചല്ലേ അവർ തന്നേക്കുന്നത്. മനസ്സിലായോ? എ ഈസ്
ട്രൂ, ആർ ഈസ് ഫോൾസ്. അടുത്ത നോക്കിയ മക്കളെ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? താഴെ തന്നേക്കുന്നതിൽ ഏതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ടുള്ളത്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാ? A fixed budget is suitable for dynamic business environment. ഫിക്സഡ് ബഡ്ജറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഡൈനാമിക് എൻവയോൺമെന്റ്. ഡൈനാമിക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻവയോൺമെന്റിൽ ഫിക്സഡ് ബഡ്ജറ്റ് ആണോ സ്യൂട്ടബിൾ ആകുന്നത്? അല്ല, ഫ്ലെക്സിബിൾ ആണ്. തെറ്റിപ്പോയി. എ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ദ കോസ്റ്റ് ബേസ്ഡ് ഓൺ ആക്ടിവിറ്റി ലെവൽ. ശരിയാണ്. ക്യാഷ് ബഡ്ജറ്റ് ഈസ് എ നോൺ ക്വാണ്ടിറ്റേറ്റീവ് ഫോർകാസ്റ്റ് ഫോർ ഫിനാൻഷ്യൽ പൊസിഷൻ. ക്യാഷ് ബഡ്ജറ്റ് ഈസ് എ നോൺ ക്വാണ്ടിറ്റേറ്റീവ് forecast for financial position. അടുത്ത പെർഫോമൻസ് ബഡ്ജറ്റ് ഈസ് ഫോക്കസിംഗ് ഓൺ ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ശരിയാണ്. അപ്പൊ ഇവിടെ ഏതൊക്കെ ആൻസർ വരുന്നത്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. ഫിക്സഡ് ബഡ്ജറ്റ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ചേഞ്ചിങ് എൻവയോൺമെന്റ്. സെക്കൻഡ് വൺ ട്രൂ ആണ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വേരി വിത്ത് ആക്ടിവിറ്റീസ്. അടുത്ത തേർഡ് വണ്ണും ഫോൾസ് ആണ്. ക്യാഷ് ബഡ്ജറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. നോൺ ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറിലുള്ളതാണ്. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 4 ട്രൂ ആണ്. പെർഫോമൻസ് ബഡ്ജറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അടുത്തത് ഒരു കോസ് ആൻഡ് എഫക്ട് രീതിയിൽ ഒരു കോസ് ആൻഡ് എഫക്ട് ക്വസ്റ്റ്യൻ ആണ്. കോസ് ആയിട്ട് മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഹൈ. മാർജിൻ ഓഫ് സേഫ്റ്റി എങ്ങനെയാണ്? ഹൈ ആണ്. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി എത്തുന്നത്. അപ്പൊ ഒരു കമ്പനിക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് നല്ലതല്ലേ? എ കമ്പനി ക്യാൻ ഓപ്പറേറ്റ് വിത്ത് ലാർജർ ക്വിഷൻ ബിഫോർ ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻക്വയറിംഗ് ലോസസ്. അപ്പൊ ഇവിടെ ഏതാ ആൻസർ വരുന്നത്? കോസ് എഫക്റ്റും ശരിയല്ലേ? രണ്ട് എഫക്റ്റ് അല്ലേ? ശരിയല്ലേ? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽ ആണ്. സോ മാർജിൻ ഓഫ് സേഫ്റ്റി ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രോങ് പ്രോഫിറ്റബിലിറ്റി. നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ഉണ്ടെന്നാണ്. സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. അടുത്തത് നോക്കിയാൽ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്ട് മെറ്റീരിയൽ? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലിന് എക്സാമ്പിൾ അല്ലാത്തത് ലൂബ്രിക്കന്റ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. അടുത്തത് കോട്ടൺ വേസ്റ്റ് യൂസ്ഡ് ഫോർ ക്ലീനിങ്, അത് ഇൻഡയറക്റ്റ് ആണ്. സ്റ്റീൽ യൂസ്ഡ് ഇൻ മാനുഫാക്ചറിങ് മെഷീൻസ് യൂസ് ചെയ്യാൻ സ്റ്റീൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റോ മെറ്റീരിയൽ ആണ്. അപ്പൊ ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയാൽ ഇൻ എ ഫാക്ടറി മിസ്റ്റർ എക്സ് ഈസ് ഇൻ ചാർജ് ഓഫ് സൂപ്പർവൈസിങ് ദ മെയിൻ്റനൻസ് ആൻഡ് ക്വാണ്ടിറ്റി കൺട്രോൾ. ക്വാണ്ടിറ്റി കൺട്രോളും മെയിൻ്റനൻസിനുമായിട്ട് എക്സ് ആയിരുന്നു അതിന്റെ സൂപ്പർവൈസർ ആയിട്ടിരുന്നത്. ആൻഡ് അക്കൗണ്ടബിൾ ഫോർ കൺട്രോളിംഗ് ദ കോസ്റ്റ് ഇൻക്വയറിംഗ് ഹിസ് യൂണിറ്റ്. അയാളുടെ യൂണിറ്റിലെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ബട്ട് നോട്ട് ഇൻ റവന്യൂ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. വാട്ട് കൈൻഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റർ ചെയ്ത്? കോസ്റ്റ് സെന്റർ. കോസ്റ്റ് മാത്രം കൺട്രോൾ ചെയ്താൽ മതി. കോസ്റ്റ് സെന്റർ അല്ലേ? കോസ്റ്റ് സെന്റർ അല്ലേ? സ്പീഡ് കൂടുതലാണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? കോസ്റ്റ് അലോക്കേഷൻ ഈസ് യൂസ്ഡ് വെൻ ദ കോസ്റ്റ് ആർ ഡയറക്ട്ലി ട്രേസബിൾ. കോസ്റ്റ് അലോക്കേഷനും കോസ്റ്റ് അപ്പോർഷൻമെന്റും ഒക്കെ ഉണ്ട് അല്ലെ? കോസ്റ്റ് അലോക്കേഷൻ ഈസ് യൂസ്ഡ് വെൻ ദ കോസ്റ്റ് ആർ ഡയറക്ട്ലി ട്രേസബിൾ ആയിട്ടുള്ള കോസ്റ്റ് ആണെങ്കിൽ കോസ്റ്റ് അലോക്കേഷൻ അവിടെ യൂസ്ഫുൾ ആണ്. കോസ്റ്റ് അപ്പോർഷൻമെന്റ് ഡിസ്ക്രൈബ്സ് ദ കോസ്റ്റ് നോൺ ഡയറക്ട്ലി ട്രേസബിൾ ടു കോസ്റ്റ് സെന്റേഴ്സ്. ഏതാ മക്കളെ? രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? അതായത് കോസ്റ്റ് അലോക്കേഷൻ അപ്ലൈ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ട്രേസബിൾ ആയിട്ടുള്ള കോസ്റ്റിലാണ്. കോസ്റ്റ് അപ്പോർഷൻമെന്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റിലുമാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. അടുത്ത നോക്കി. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതെല്ലാമാണ് ശരി? കോസ്റ്റ് കൺട്രോൾ ഫോക്കസിംഗ് ഓൺ മെയിൻറ്റെയിനിങ് ദ കോസ്റ്റ് വിത്തിൻ ദ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് കൺട്രോൾ പറയുന്നത്. എത്രയാണോ സ്റ്റാൻഡേർഡ് വെച്ചേക്കുന്നത് അതിനനുസരിച്ച് പോവുക. കോസ്റ്റ് റിഡക്ഷൻ ഇംപ്ലൈസ് ദ അച്ചീവിംഗ് ദ റിയൽ ആൻഡ് പെർമനന്റ് റിഡക്ഷൻ ഇൻ കോസ്റ്റ്. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ ആൻഡ് പെർമനന്റ് റിഡക്ഷൻ ഇൻ കോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് കൺട്രോൾ എൻഷുർ ദ product quality is satisfied for reducing cost. Cost control ensure the product quality is sacrificed. Product quality sacrifice ചെയ്തും എന്താണ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണോ കോസ്റ്റ് കൺട്രോൾ? അല്ല. കോസ്റ്റ് റിഡക്ഷൻ ഈസ് ഓൺലി ആപ്ലിക്കബിൾ ടു മാനുഫാക്ചറിംഗിന് മാത്രമേ ആപ്ലിക്കബിൾ ഉള്ളൂ. സർവീസിലും ആപ്ലിക്കബിൾ ആണ്. സോ അതും തെറ്റാണ്. ഇവിടെ ആൻസർ ഏതൊക്കെയാണ്? ഒന്നും രണ്ടും വരുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. 3 ഫോൾസ് ആണ്. ബിക്കോസ് ദ കോസ്റ്റ് കൺട്രോൾ ഡസ് നോട്ട് കോംപ്രമൈസ് ദ ക്വാളിറ്റി. ആൻഡ് സ്റ്റേറ്റ്മെന്റ് 4 തെറ്റാണ്, ഇൻകറക്റ്റ് ആണ്. എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ അപ്ലൈസ് ബോത്ത് മാനുഫാക്ചറിങ് ആൻഡ് സർവീസസ്. മക്കളെ മനസ്സിലായോ? നമ്മളൊരു കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലേ? നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അതിൽ ഏകദേശം ഒരു 10-30 ക്വസ്റ്റിനോളം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇച്ചിരി സ്പീഡിലാണ്, ഒരു റാപ്പിഡ് ഫയർ പോലെയാണ് പോയത്. നിങ്ങൾ എന്ത് ചെയ്തോണം? എല്ലാ ക്വസ്റ്റിനുകളും ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും രീതിയിലുള്ള സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റിനകത്ത് അറിയിക്കുക. കൂടുതൽ ഏതെങ്കിലും ചാപ്റ്ററുകളുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷനോ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ ക്ലാസ് ആയിട്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും അറിയിക്കുക. കൃത്യമായിട്ട് നമ്മൾ എടുത്തു തരുന്നതായിരിക്കും. നമ്മളുടെ
മാസ്റ്റർ കീയിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ക്രാഷിന്റെ ബാച്ചുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ റാങ്ക് ഫയൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയുള്ള സമയം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ജോലിയിൽ എത്താനായിട്ട് പറ്റും. 2 പോസ്റ്റുകൾക്ക് വേണ്ടി ഒരൊറ്റ എക്സാം ആണ് അല്ലേ, അതായത് 2 കാറ്റഗറി നമ്പറിൽ നടത്തുന്ന എക്സാം ആണ്, ഒറ്റ എക്സാം ആണ്. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി നേടിയെടുക്കാനായിട്ട് പറ്റും. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, മാക്സിമം ഫോക്കസ് ചെയ്യുക, മാക്സിമം MCQs വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ വിഷ്ണു അശോക്. താങ്ക് യു.